ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ എപ്പിസോഡ് വീഡിയോസിൽ നമ്മൾ VN വീഡിയോ എഡിറ്റിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസുകളാണ്. അപ്പോൾ അതിനുള്ള നെക്സ്റ്റ് ക്ലാസ് പാർട്ട് വീഡിയോ ആണ് ഇത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി വാച്ച് ചെയ്യണം. അതിലൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടൂൾസും അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വീഡിയോസിലെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾ ഫുൾ വാച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന ബേസ് കാര്യങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ മുകളിലുള്ള എല്ലാ ടൂൾസുകളും അതുപോലെ തന്നെ സൈഡ് ഭാഗത്ത് നിന്ന് വരുന്ന ഈ ടൂൾസുകളും അതുപോലെ അടിഭാഗത്തിൽ വരുന്ന ടൂൾസുകൾ കാര്യങ്ങളൊക്കെ ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ മെയിനായി അതായത് ഒരു വീഡിയോയുടെ മെയിൻ പാർട്ടുകളായിട്ടുള്ള ഡബിൾസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് വോളിയം അഡ്ജസ്റ്റ്മെന്റ്, സ്പീഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്യണം, നേരെ നമുക്ക് വീഡിയോയിൽ ഫസ്റ്റ് ഇവിടെ കഴിഞ്ഞ വീഡിയോയിലാണ് ഇവിടെയുള്ള ഡിലീറ്റിങ് അതുപോലെ തന്നെ കട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് ആ ഒരു വീഡിയോയിലാണ് ആ കാര്യങ്ങളൊക്കെ ടൂൾസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടൂൾസ് അതായത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിന്റെ അവിടെ നിന്നാണ്. അപ്പൊ ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇനി മെയിനുള്ള ഫോക്കസ് അതായത് സെൻട്രലിൽ വരുന്ന ഇവിടെ വരെയാണ് ഇനിയുള്ള മെയിൻ എന്നുള്ള സംഭവങ്ങൾ. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ നിന്നുണ്ടാവുന്ന സ്പീഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇപ്പൊ ഒരു ആനിമേഷൻ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു സ്പീഡിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടി സ്പീഡിലേക്ക് മാറ്റണം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ അതെനിക്ക് കുറച്ചും കൂടി ആ ഒരു സ്പേസിൽ എനിക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ ജസ്റ്റ് ഇത് കൊടുക്കുക. ജസ്റ്റ് ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ആവട്ടോ. സോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓളാണ്, അതായത് ഫുള്ളും എനിക്ക് സ്പീഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതാകുമ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളിലേക്ക് ഉള്ളതാണ്. ഇത് എന്താണ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഇതാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എത്ര എടുത്തത് എന്നുള്ളത് ഇവിടെ ഐഡന്റിഫൈ ആയിട്ടുള്ള ആരോ മാർക്കിന്റെ തൊട്ടടുത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര സ്പീഡിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. അതുപോലെ എത്ര ഇതിലാണ് ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 6 ആണ്, അതായത് 6 സെക്കൻഡിൽ നിന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ പോകുന്നത്. സോ ഇനി സ്ലോ ആക്കാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രോ ചെയ്തത് വളരെ സ്ലോവിലായിരിക്കും നമ്മൾ ഈ ഫ്ലവർ ആനിമേഷൻ ചെയ്യുന്നത്. ഇനി കുറച്ച് ഫാസ്റ്റിൽ കാണിച്ചു തരാം. സോ ഇപ്പൊ കുറച്ചുകൂടി ഫാസ്റ്റിൽ കാണുന്നുണ്ട്. പക്ഷേ ഫുൾ ഫാസ്റ്റിലാക്കണം, പെട്ടെന്ന് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ആവുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഓരോ വീഡിയോസിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. അതായത് സ്പീഡ് ആഡ് ചെയ്യുന്നതും സ്ലോ മോഷൻ ആഡ് ചെയ്യുന്നതും. ഇനി നിങ്ങൾക്ക് ആ ഒരു വീഡിയോ മാത്രമല്ല എല്ലാ വീഡിയോസിനും ഈ ഒരു സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. ടു ഓൾ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് ഈ ഒരു സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ വീഡിയോസിലും വരുന്നതായിരിക്കും. ഇനി ഈ ഒരു വീഡിയോസിൽ മാത്രമാണെങ്കിൽ ഒരു ടിക്ക് കൊടുത്താൽ മതി. സോ ഇനി ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഈ ഒരു ഫ്ലവർ ഫാസ്റ്റിലായിട്ട് ഈ ഒരു ഫ്ലവർ സ്ലോ മോഷനിലും അതുപോലെ തന്നെ ഈ ഫ്ലവർ പെട്ടെന്ന് ഫാസ്റ്റിലേക്ക് മാറണം. അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ കാണിച്ചു തരാം. ഇപ്പോൾ ഫാസ്റ്റിലേക്ക് പോകും, പെട്ടെന്ന് ഫാസ്റ്റിലേക്ക് വന്ന് പെട്ടെന്ന് സ്ലോ ആയി. എനിക്ക് പെട്ടെന്ന് സ്ലോ മോഷനിലേക്ക് പോയിട്ട് പെട്ടെന്ന് ഫാസ്റ്റിലേക്ക് ഈ ഒരു ഡിസൈൻ. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഈ ഒരു ചെറിയ സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ ബോൾ ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് ആദ്യം ബോൾ ഫാസ്റ്റിൽ ഷൂട്ട് ചെയ്ത് പിന്നെ ബോളിന്റെ മൂവ്മെന്റ് ഫുള്ള് സ്ലോ മോഷനിലും പിന്നെ ഫാസ്റ്റ് പിന്നെ ആ ഒരു പോകുന്ന ഫാസ്റ്റിലും പിന്നെ ഗോൾ പോസ്റ്റിലേക്ക് എത്തുന്ന സ്ലോ മോഷനിലും ആ ഒരു ഡിസൈൻസിൽ നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഇവിടെ കാണിച്ചു തരാം. ഇനി എത്ര ഡിസ്റ്റൻസിലാണ് ആ ഒരു സ്ലോ മോഷനിൽ വരേണ്ടത്. അതായത് ഇവിടെ നമുക്ക് ഇനി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇനി നമുക്ക് ഇതിന്റെ പകരം നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പല മോഡലിൽ നമുക്ക് സംഭവങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ ഹോൾഡ്, അതായത് ആദ്യത്തെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡലാണ്. അതായത് എനിക്ക് ഇങ്ങനെ അതായത് പെട്ടെന്നൊന്ന് വന്നിട്ട് പിന്നെ ഫാസ്റ്റ് പിന്നെ സ്ലോ മോഷനിലാക്കണേലുള്ള മോഡലാണിത്. ഇനി പലതരത്തിലുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് സ്ലോ മോഷനിലായിട്ട് പിന്നെ സ്പീഡ് വരുന്ന മോഷനാണ് ഇത്. അതായത് സെൻട്രൽ സ്ലോ മോഷൻ പിന്നെ ഫാസ്റ്റ് ഉള്ള ഇതിലാണ്. സോ ഓൾഡ് അതായത് എല്ലാത്തിനും ബെറ്റർ ഉള്ള ഓപ്ഷൻ ഇതാണ്. കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എല്ലാ ഓപ്ഷൻസിലും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് എനിക്ക് ഒഴിവാക്കാം. അതായത് ആദ്യത്തെ ആ പ്ലാനിലേക്ക് തന്നെ വരണം. ജസ്റ്റ് ഈ ഒരു ആരോ ജസ്റ്റ് 0 ആരിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ 0 ഇതിലായിരിക്കും. കാരണം ഇപ്പോൾ ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് അതേ ആനിമേഷനിലേക്കും പ്രവർത്തിക്കില്ല. എനിക്ക് പെട്ടെന്ന് ഫാസ്റ്റ് കൂടെ ജസ്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ പോകുന്നത് ഫാസ്റ്റ് ആവും. ഇനി സ്ലോ ആക്കണം, ജസ്റ്റ് ഇവിടെ സ്ലോ ചെയ്താൽ ആ ഒരു ഭാഗം വരെ ഇപ്പോൾ നോർമൽ ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഫാസ്റ്റിലായിരിക്കും. സോ ഇപ്പോൾ ഒരു സ്ലോ മോഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ ആണ്ട് ഒരു ഫാസ്റ്റ് മോഡലായിരിക്കും വരല്. സോ ഞാൻ ഇനി ഫാസ്റ്റ് ആക്കി തരാം. ഫാസ്റ്റ് ആയി, പക്ഷേ പെട്ടെന്ന് ആയതുകൊണ്ട് വീഡിയോ സ്മോൾ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന്
ചുരുങ്ങി വരുന്നതായിരിക്കും. സോ ഇനി ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ടിക്ക് കൊടുക്കുക. ജസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സ്പീഡ് ഓപ്ഷൻസിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ആപ്പിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നേന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഭാഗങ്ങൾ ഇപ്പോൾ ഒരു ഫ്ലൈറ്റിന്റെ ഈ ഒരു ഭാഗം സ്പീഡ്, ഈ ഒരു ഭാഗം ആക്കാനൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് വഴി നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു എനിക്ക് കൂടുതൽ ഈ ഒരു ആപ്പിനെ സംബന്ധിച്ചോളം ഈ ഒരു ടൂള്, അതായത് ഇപ്പോൾ ആനിമേഷൻ ഫാസ്റ്റ് സ്ലോ എന്നുള്ളത് ഈ ഒരു ആപ്പിൽ സംബന്ധിച്ചോളം മറ്റേ ആപ്പിനോട് ഇല്ലാത്തൊരു ടൂളാണ് ഈ ഒരു ആപ്പിലുള്ളത്. അതുപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോളിയം അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ ഈ ഒരു വോളിയം ഏതാണ് വേണ്ടത് ജസ്റ്റ് ആ വോളിയം സെലക്ട് ചെയ്ത് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു ഈ ടൂൾ. എന്നാൽ ഇപ്പോൾ ഈ ഒരു ടൂളിന്റെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. സോ ഈ ഒരു സ്റ്റെപ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഈ ഒരു വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്താണ് വോളിയം കൂട്ടേണ്ടത്. ഈ ഒരു വീഡിയോയിൽ വോളിയം ഇല്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് പ്ലേ ആവാതെ. സോ നിങ്ങൾക്ക് ഏത് ഭാഗത്ത് എത്ര വോളിയം വേണം ജസ്റ്റ് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. ഇനി മ്യൂട്ട് ചെയ്യാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ മ്യൂട്ടിന്റെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് മ്യൂട്ട് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാൻ മതി. ഇനി നിങ്ങൾക്ക് എല്ലാതും ഫുൾ മ്യൂട്ട് ചെയ്യണമെങ്കിൽ ഒറ്റ ഓൾ എന്ന് കൊടുക്കുക. ഇനി ആ ഈ ഒരു വീഡിയോക്ക് മാത്രമാണെങ്കിൽ ടിക്ക് കൊടുക്കുക. ഇതെന്ന് വെച്ചാൽ ഇത് നമുക്ക് വോളിയം, അതായത് ഇപ്പൊ നമ്മളുടെ മ്യൂസിക് നമുക്ക് ആഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു താഴെയുള്ള ഈ ഒരു BGM വോളിയം എന്നുള്ള ഈ ഓപ്ഷൻസ് നമുക്ക് ഓപ്പൺ ആയി കിട്ടുള്ളൂ. അതായത് വോളിയം അല്ലെങ്കിൽ എല്ലാ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താലാണ് ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഓപ്പൺ ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു മ്യൂട്ട് പോലെ ആയിട്ട് ഇവിടെ കിടക്കുന്നതാണ്. സോ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടിക്ക് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഫസ്റ്റ് ചൂസ് ചെയ്ത പോലെ എനിക്ക് ഫസ്റ്റ് വോളിയത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് എനിക്ക് ഈ ഒരു സൈഡിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു സോങ്ങിലൊക്കെ ഉണ്ടാവും ഫസ്റ്റ് സ്ലോ ആയിട്ട് പിന്നെ ഇങ്ങനെ ആ ഒരു മ്യൂസിക് എങ്ങനെ വരുന്ന ആ സ്റ്റൈൽ ഉണ്ടല്ലോ. പിന്നെ ആ വീഡിയോ, അതായത് ആ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് എഫക്റ്റ് കുറഞ്ഞു പോകുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ. അതേപോലെ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം വരുമ്പോൾ ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സൗണ്ട് പോലെ നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ ഫസ്റ്റ് വരികയാണെങ്കിൽ ജസ്റ്റ് ഇത് കൊടുത്താൽ സെന്റർ ഭാഗത്ത് മാത്രം നല്ല സൗണ്ടും പിന്നെ വൈൻഡ് അപ്പും സ്റ്റാർട്ടിങ് സമയത്ത് ഒരു നമ്മളോട് ആ ഒരു മ്യൂസിക് എൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അതായത് മ്യൂസിക് അല്ല, മ്യൂസിക്കുമായിട്ടാണ് കിട്ടുന്നത്. അതായത് ആ വീഡിയോസിലായിരിക്കും മ്യൂസിക് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എൻഡിങ് മോഡലായിരിക്കും നമുക്ക് സംഭവം. അതായത് ആ ഒരു പ്ലേ ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന മ്യൂസിക് ആയാലും നമുക്ക് അങ്ങനെ ഒരു എൻഡിങ് മോഡലായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതിൽ ആ ഒരു ഓപ്ഷൻസ് ഉണ്ട്. എല്ലാത്തിലും കൊടുക്കണമെങ്കിൽ ടു ഓൾ എന്ന് കൊടുത്താലും മതി. ഇനി പേഴ്സണൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അത് കൊടുത്താൽ മതി. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച്, അതായത് ഇപ്പോൾ ഒരു ഞാൻ ഫസ്റ്റ് നമ്മളൊരു വീഡിയോ ഇൻസ്റ്റാൾമെന്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ, അതായത് VNNന്റെ ഫസ്റ്റ് വീഡിയോസ് ക്ലാസ് 1 അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ നമ്മൾ മെയിൻ ബേസ് ചെയ്ത് പറഞ്ഞതാണ് ഒറിജിനൽ എന്നുള്ള ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏത് സൈസിലാണ് വീഡിയോസ് കൺവേർട്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾ ആദ്യം ഒരു ഐഡന്റിഫൈ വേണം. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ യൂട്യൂബ് 16.9 അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് പലതരത്തിൽ ഇപ്പോൾ ഷോർട്സ് ഇടുന്നവരുണ്ടാവും, ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്യുന്നവർ, ഫേസ്ബുക്കിൽ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുന്നവരുണ്ടാവും. ഇനി പലതരത്തിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻസ് ആണ് അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇനി ഇതും പോരാ, ഇത് മുകളിലുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് താഴെയും ഇതിനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതോ സൈസാണ് വേണ്ടത്. ഇനി ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചോളം ഇത് ടിക്ടോക്ക് മോഡലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇത്ര ഭാഗങ്ങളെ എനിക്ക് ടിക്ടോക്ക് മോഡലിൽ കിട്ടുള്ളൂ. ഇനി ഇൻസ്റ്റഗ്രാം മോഡലിൽ ഇത്ര ഭാഗങ്ങൾ കിട്ടുള്ളൂ. യൂട്യൂബിന്റെ സൈസ് ആയതുകൊണ്ട് യൂട്യൂബിന്റെ ഫുൾ കാര്യങ്ങൾ കിട്ടും. ഇനി യൂട്യൂബിന്റെ അത്രയും വേണ്ട, എനിക്ക് ഫ്ലവർ മാത്രം എനിക്ക് കിട്ടിയാൽ മതി എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഫ്ലവറിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. ഇനി അത് എനിക്ക് റീല്, അതായത് ഇപ്പൊ യൂട്യൂബിന്റെ ഇതിലാണ് എനിക്ക് ഇനി ആ ഫ്ലവർ മാത്രം ഇൻസ്റ്റഗ്രാം ആയിട്ട് റീല് വിടണമെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫ്ലവർ മാത്രം ഫോക്കസ് ചെയ്ത് കിട്ടും. ഇനി അത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണം, ജസ്റ്റ് അത് സൂം ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്നതാണ്. ഇനി അത് എനിക്ക് ആദ്യത്തെ ആ ഒരു യൂട്യൂബിന്റെ അതേ മോഡൽ വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു റൗണ്ട് ആരോ മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് കിട്ടും. ഇനി അത് വേണ്ടെങ്കിൽ ജസ്റ്റ് ആ റോങ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ആ പഴയ മോഡൽ വരികയാണെങ്കിൽ ഒറിജിനൽ എന്നുള്ള ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതാണ്. ഈ പല തരത്തിലും നിങ്ങൾക്ക് വീഡിയോ സൈസ് ആയിട്ടും പല മോഡലിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫ്ലവർ മാത്രം എനിക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത്. അതായത് ഇപ്പോൾ യൂട്യൂബ് സൈസിലാണ്, അതായത് എനിക്കിപ്പോൾ യൂട്യൂബ് സൈസിലല്ല വേണ്ടത്, അതായത് ഇപ്പോൾ ഫുൾ സൈസിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ ഇതെടുക്കുക, ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം. സോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽ സൈസിലാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ വരുന്നത്. അതായത് എല്ലാ വീഡിയോസും ആ ഒരു പ്ലേ ആയിരിക്കും വരുന്നത്. ഇനി അത് മാത്രം വരണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇതന്നെ വീഡിയോ എടുത്തിട്ട് അത് മാത്രം ചൂസ് ചെയ്ത് അത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് അത് മാത്രം ഫോക്കസ് ചെയ്തെടുക്കാം.
സോ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലവർ ആനിമേഷൻ, അതായത് ഫ്ലവറിന് മാത്രം ഞാൻ സൂം ചെയ്താണ് ഇത്. അത് കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ്, അതായത് ഇപ്പം നമ്മൾ 4 ടൂൾസുകളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 5ാമത്തെ ടൂൾസ്, അതായത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫ്ലവേഴ്സ് അടിഭാഗത്തേക്കും മുകൾ ഭാഗത്തേക്കൊക്കെ മാറ്റാനുള്ള സിസ്റ്റമാണ്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഏത് ഭാഗത്തേക്കാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ ലേബിൾ ആണ്. അതായത് 4x എന്നുള്ള രൂപത്തിലാണ് 4 ഭാഗത്തേക്കും നിങ്ങൾക്ക് ഇത് പല മോഡലായിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് വെക്കാം. സോ ഇവിടെ കാണിച്ചു തരാം. സോ ഇപ്പോൾ ഓൾറെഡി ഇത് ഈ ഒരു സെറ്റിങ്സിലാണ് ആദ്യം ഒരു വീഡിയോ കിടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ, സോ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ മാത്രമേ ഇതിൽ നമുക്ക് അവൈലബിൾ ആയി കിട്ടുള്ളൂ ഈ ഒരു ഓപ്ഷനിൽ. എനിക്ക് ഈ ഒരു ഫ്ലവറിന് ഇതേ ഇതിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കാനുള്ള ഓപ്ഷൻസ് ആണെങ്കിൽ ഇതിനടുത്തുള്ള 6ാമത്തെ ടൂൾസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലവർ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഇത് മുകളിലേക്ക് ആ ഒരു ഓപ്ഷൻസ് ആണെങ്കിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ ആക്കിയാലും മതി. അതായത് തല കുത്തുന്ന ഓപ്പോസിറ്റ് മോഡൽ. ഇപ്പോൾ അത് ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്യേണ്ടത്, ഇത് ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഈ ഒരു പിക്ചറിനും ആ ഒരു പിക്ചറിനും ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്ക് വെക്കാനാണ്. ഇത് റൊട്ടേഷൻസ്, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറി പോകുന്നതാണ്. ഫസ്റ്റ് വരുന്ന റൊട്ടേഷൻ ആണ്. അതായത് നമുക്ക് പലതരത്തിൽ എങ്ങോട്ടാണ് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാനാണ്. അപ്പോൾ പല വീഡിയോ, ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ പല മോഡലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് ചൂസ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആ വീഡിയോ ഡെക്കറേറ്റീവ് ആക്കല്. സോ അതുപോലെ തന്നെ ഇപ്പം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളത്, അതായത് പോസിറ്റീവായിട്ട് മാറ്റാൻ നിങ്ങൾക്ക് ഇതാണ്, അതായത് ഈക്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ 3 ഓപ്ഷൻസ് ആണ് നമ്മൾ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. ഇനിയുള്ള ഫില്ലിങ് എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അതായത് ഇപ്പോൾ എല്ലാതും നമുക്ക് ഫില്ല് ചെയ്യാൻ ടു ഓൾ എന്ന് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ എല്ലാ സംഭവം ഈ ഒരു വീഡിയോ ഒക്കെ അങ്ങനെ ചെയ്യാനാണെങ്കിൽ ടു ഓൾ എന്ന് ജസ്റ്റ് അവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ടു ഓൾ എന്നുള്ള എല്ലാതും അതേപോലെ മോഡലായിട്ടുണ്ടാവും. സോ ഇത് ഈ ഒരു വീഡിയോ ആയിട്ടാണ് കാണുന്നത്. സോ ഇപ്പോൾ കണ്ടില്ല, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടിയിട്ടില്ല. നമ്മൾ ഇതുപോലെ ഇൻസ്റ്റഗ്രാം റീലായിട്ടാണ് ആ ഒരു സൈസ് പോയിട്ടുണ്ട്. സോ ഇത് എന്താ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു സൈഡ്, അതായത് ഇപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു ഭാഗം മാത്രം എല്ലാ വീഡിയോസിലും അപ്ലോഡ്, അതായത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വീഡിയോസുകളിൽ ഇതേ മോഡൽ ആക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഫില്ലിന് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ എല്ലാതും ഇന്നും ഔട്ട് പോലെ ആവുന്നതാണ്. സോ അപ്പോൾ ഇത്ര ഓപ്ഷൻസ്, അതായത് സ്പീഡ് തൊട്ടുള്ള നമ്മളുടെ ഫില്ല് വരെയുള്ള ഓപ്ഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ, അതായത് നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡൗട്ട് ആപ്പിനെ കുറിച്ചും വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് ഇനി കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനുള്ള ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക്. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ന്യൂ ബാച്ച് കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് പോസ്റ്ററും അതുപോലെ തന്നെ എങ്ങനെ ലോഗോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ അടുത്തൊരു ന്യൂ ടോപ്പിക്കിലായിരിക്കും നമ്മളുടെ ഈ ഒരു, അതായത് BG എന്നുള്ള അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫുൾ കാര്യങ്ങൾ ആ ഒരു വീഡിയോയിലേക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. കാരണം നമ്മൾ വീഡിയോ ലെങ്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള പാർട്ടായിട്ട് വിടുന്നത്. സോ നമ്മളെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഏത് വീഡിയോ എഡിറ്റ് ചെയ്താലും നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം, നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്നുമായിട്ട് ടെസ്റ്റ് ചെയ്യുക. അതായത് അത് എത്രമാത്രം പെർഫെക്റ്റ് ആയിക്കണമെന്ന് ഒന്നുമായിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എക്സ്പോർട്ട്, അതായത് സേവ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ കാര്യത്തിലും സേവ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഗാലറിക്ക് ആ ഒരു വീഡിയോ വേണമെങ്കിൽ അവിടെ സേവ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇനിയിപ്പോൾ എൻഡ് ചെയ്ത് നാളേക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഇവിടെ കിടക്കുന്ന ആരോ മാർക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നാളേക്കും അത് വീണ്ടെടുക്കാനും ആ ഒരു ഓപ്ഷൻസ്, അതായത് നമ്മുടെ ന്യൂ പ്രൊജക്റ്റിന്റെ മുന്നത്തെ ആ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഏത് സമയത്തും അത് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. സോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതായത് അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ നെക്സ്റ്റ് ടൂൾസുകളായിട്ട് നമുക്ക് കാണിക്കാൻ പോകുന്നത്. സോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.